ഇന്ന് ജൂൺ 15 7 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. ആദ്യത്തേത് കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ലവ് മീ എന്നാണ് സിനിമയുടെ പേര്. ഈ തെലുഗു സിനിമ തെലുഗു ഭാഷയിൽ മാത്രം ആമസോൺ പ്രൈമിലൂടെ ഇപ്പോഴത്തെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. രണ്ടാമത്തേത് കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത റഷ് എന്ന തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ETV വിൻ എന്ന പ്രാദേശിക OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് റഷ് എന്ന സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. തെലുഗു ഭാഷയിൽ മാത്രമാണ് OTT റിലീസ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തേത് തമിഴിൽ നിന്നുള്ള വിജയ് നായകനെത്തിയ ഗില്ലി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നേരത്തെ തിയേറ്ററുകളിൽ റിലീസ് ആയിട്ട് എത്തിയ ഗില്ലി എന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. സിംപിളി സൗത്തിലൂടെ ജൂൺ 21 വിജയ്, പ്രകാശ് രാജ്, ഒപ്പം തന്നെ തൃഷ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. 50 കോടിയിലധികം ഈ വർഷം കളക്ഷൻ നേടിയെടുക്കുന്ന ചുരുക്കം തമിഴ് സിനിമകളെ ഉള്ളല്ലോ. അതിൽ ഒരു സിനിമയാണ് ഗരുഡൻ. ഉണ്ണി മുകുന്ദൻ, സൂരി, ശശികുമാർ തുടങ്ങിയവർ അഭിനയിച്ച സിനിമയുടെ OTT അവകാശങ്ങൾ C5 സ്വന്തമാക്കിയെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ജൂലൈ മാസത്തോടെയായിരിക്കും ഗരുഡൻ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്യുക. മറ്റൊരു തമിഴ് സിനിമയുടെ കൂടി അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ പേര് PT സാർ എന്നാണ്. ചിത്രം തിയേറ്ററുകളിലെ മോശമല്ലാത്ത അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ്. ഈ തമിഴ് സിനിമയുടെ OTT അവകാശങ്ങൾ തെൻകോട്ട, സിംപിളി സൗത്ത്, ഒപ്പം തന്നെ ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾ സ്വന്തമാക്കിയെന്നാണ് വിവരം. ചിത്രം ജൂലൈ മാസം പകുതിയോടെ തന്നെ OTT റിലീസ് ചെയ്യുന്നതാണ്. നമ്മുടെ OTT അപ്ഡേറ്റ്സ് വീഡിയോയിൽ പതിവായിട്ട് കാണാൻ കഴിയുന്ന ചോദ്യമാണല്ലോ. മദനോത്സവം, ബാന്ദ്ര എന്നീ സിനിമകളുടെ OTT റിലീസ് എവിടെയെന്ന്. ഒരു വർഷം മുന്നേ വിഷുക്കാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ സുരാജിന്റെ സിനിമയാണ് മദനോത്സവം. അതേസമയം കഴിഞ്ഞ വർഷം നവംബറിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപ് നായകനെത്തിയ സിനിമയാണ് അരുൺ ഗോപി സംവിധാനം ചെയ്ത ബാന്ദ്ര. രണ്ട് സിനിമകളും മാസങ്ങളും വർഷവും എല്ലാം തന്നെ പിന്നിട്ടിട്ടും ഇനിയും OTT റിലീസ് ചെയ്തിട്ടില്ല. രണ്ട് സിനിമകളും OTT അവകാശങ്ങൾ വിറ്റില്ല എന്നതാണ് യഥാർത്ഥത്തിൽ സത്യമെന്ന് പ്രേക്ഷകരെ അറിയിച്ചു കൊള്ളട്ടെ. അജിത് വിനായക ഫിലിംസ് ആണ് ഈ രണ്ട് സിനിമകളും നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം വരുന്നയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ ഗഗനാചാരി, ഒപ്പം തന്നെ ഇപ്പോൾ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ബേസിൽ ജോസഫിന്റെ അജിത് വിനായക ഫിലിംസ് ചിത്രം എന്നീ സിനിമകളോടൊപ്പം ബാന്ദ്രയും മദനോത്സവവും വിൽക്കാനാണ് നീക്കം നടക്കുന്നത്. ഈ വർഷം തന്നെ സിനിമകൾ OTT റിലീസ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. ചിത്രങ്ങൾ ഡിസ്നി പ്ലസ്, ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ സോണി ലിവിൽ OTT റിലീസ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന അൺഒഫീഷ്യൽ അപ്ഡേറ്റ്. കാത്തിരിക്കൂ ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ കേട്ട്.